ശിവക്ഷേത്രം അല്ലേ? യാത്ര ചെറിയ കുന്നിൻ്റെ മുകളിലാണ് അവിടേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളൊക്കെ നമുക്കറിയണ്ടേ. അപ്പോൾ ഞാനതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും തരാൻ തീരെ മറക്കരുത്. അപ്പോൾ ഈ ശിവക്ഷേത്രത്തിൻ്റെ കാര്യങ്ങൾ യാദൃച്ഛികമായിട്ടാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ അതിലേക്കുള്ള യാത്രയിലേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത്. ചെമ്മന്തിട്ട ശിവക്ഷേത്രത്തിൽ നിന്നും ഞങ്ങൾ ഇറങ്ങി മനോഹരമായ ഗ്രാമക്കാഴ്ചകൾ കണ്ടുകൊണ്ട് ഇങ്ങനെ പോവുകയാണ്. കുന്നംകുളം താലൂക്കിലെ ഗ്രാമപ്രദേശങ്ങളാണ് കേട്ടോ ഇത്. വഴിയിൽ ചില ഗജവീരന്മാരൊക്കെ കാണുന്നുണ്ട്. മാത്തൂർ തങ്ങൾപ്പടി എന്ന സ്ഥലം കഴിഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നു. മാത്തൂർ ശിവക്ഷേത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഇങ്ങനെ ക്ഷേത്രം ഉണ്ടെന്ന് ഇപ്പോഴാണ് അറിഞ്ഞത്. ഇതാ ഇവിടെ ഒരു പെട്രോൾ പമ്പിന് മുമ്പിലായിട്ടാണ് ക്ഷേത്രത്തിലേക്കുള്ള ബോർഡ് കാണുകയെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ എത്തിക്കൊണ്ടിരിക്കുന്നു. ഈ വഴിയിൽ കൂടി 1-2 വട്ടം പോയിട്ടുണ്ടെങ്കിലും ഇവിടെ ഇങ്ങനെ ഒരു ക്ഷേത്രമുള്ള കാര്യമൊന്നും എനിക്കറിയില്ലായിരുന്നു കേട്ടോ. ഇനി കുറച്ച് ദൂരം കൂടി ഉണ്ടെന്നാണ് ഗൂഗിൾ അമ്മായി പറയുന്നത്. നിങ്ങളിത് ഇങ്ങനെയുള്ള സ്ഥലത്ത് വണ്ടി നിർത്തി ഇറങ്ങി. ഇവിടെ ക്ഷേത്രത്തിൻ്റെ ബോർഡ് വെച്ചിരിക്കുന്നത് കണ്ടു. അവിടുത്തെ വഴിപാടുകളെ പറ്റി എഴുതി വെച്ചിരിക്കുന്നത് കണ്ടു. ഒരാൾ അവിടെ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. ഇത്തിരി കയറ്റുണ്ട്. ഒരു അച്ഛനും മകനുമാണെന്ന് തോന്നുന്നു. കുറച്ച് കയറ്റുണ്ട്. എന്തായാലും കുറച്ച് ദൂരത്തു നിന്നായിട്ട് അമ്പലത്തിൽ നിന്നുള്ള ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. നല്ല കാടും മലകളൊക്കെ ആയിട്ടുള്ള സ്ഥലം കേട്ടോ. ദൂരെയായിട്ട് പാടങ്ങളും കാണുന്നുണ്ട്. വെള്ളിലാണോ അതോ വല്ല പോകണം? എല്ലാം അമ്പലത്തിൻ്റെ ഭാഗമാണെന്ന് തോന്നുന്നു. അമ്പലത്തിൽ നിന്നുള്ള കീർത്തനമൊക്കെ കേൾക്കുന്നുണ്ട്. കുളമാണ്. ആകെ കുറച്ച് ദൂരെയായിട്ട് അമ്പലത്തിൻ്റെ മേൽക്കൂര കാണുന്നുണ്ട്. ഈ അമ്പലത്തിൻ്റെ മേൽക്കൂര മുകളിൽ നിന്ന് കാണുന്നുള്ള ദൃശ്യങ്ങൾ എനിക്ക് അയച്ചു തന്നത് ക്ഷേത്ര കമ്മിറ്റിയിലത്തെ മണികണ്ഠൻ എന്ന വ്യക്തിയാണ്. വീഡിയോ പങ്കുവച്ചതിലും വിവരണങ്ങൾ നൽകിയതിലും ഒത്തിരി നന്ദി. സ്നേഹം, മണികണ്ഠൻ. നമുക്ക് അമ്പലത്തെക്കുറിച്ചുള്ള ഐതിഹ്യങ്ങൾ കുറച്ച് കേട്ടാലോ. കൊച്ചിൻ ദേവസ്വത്തിൻ്റെ കീഴിലുള്ള ഈ മഹാദേവ ക്ഷേത്രം ശ്രീ പരശുരാമനാൽ പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ള 108 പുണ്യപുരാതന ക്ഷേത്രങ്ങളിൽ 6ാമത്തെ ക്ഷേത്രമാണ്. നാഡീശാസ്ത്രത്തിൻ്റെ പിതാവായ അഗസ്ത്യ മഹർഷി തപസ് ചെയ്ത് കാലകാലനായ മഹാദേവനെ പ്രത്യക്ഷപ്പെടുത്തിയ ഈ പുണ്യഭൂമി ശ്രീരുദ്രധാരയ്ക്കും ഗ്രഹാരൂഢ ദോഷപരിഹാരത്തിനും ഉത്തമ സ്ഥലമാണ്. ശനീശ്വരൻ്റെ അതിദേവനായ ശാസ്താവും കാലകാലനായ മഹാദേവനും കുടികൊള്ളുന്ന മാത്തൂർ ക്ഷേത്രാങ്കണത്തിൽ എല്ലാ 30 ശനിയാഴ്ചകളിലും ശനീശ്വര ശാന്തി ഹോമവും പൂജയും തിരുവാതിര നാളിൽ വിശേഷ ഈ രുദ്രധാരയും നടത്തപ്പെടുന്നു. ക്ഷേത്ര കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇംഗ്ലീഷ് മാസത്തിലെ ഞായറാഴ്ച ദിവസം 1000 കുടം ധാരയും നടത്തുന്നുണ്ട്. അഗസ്ത്യമുനി രുദ്രാക്ഷശിലയിൽ ആവാഹിച്ചെടുത്ത ശിവചൈതന്യം ഇവിടെ പ്രതിഷ്ഠിച്ചത് പരശുരാമനാണെന്നാണ് ഐതിഹ്യം. ഇവിടെ ശ്രീ പരമേശ്വരൻ ഉഗ്രമൂർത്തിയല്ല, മറിച്ച് ശാന്തസ്വരൂപനായ മൂർത്തിയാണ്. അതായത് അർദ്ധനാരീശ്വരൻ, സദാശിവൻ, ദക്ഷിണാമൂർത്തി എന്നീ ഭാവങ്ങളിലാണ് ഭഗവാൻ ഇവിടെ കുടികൊള്ളുന്നത്. പടിഞ്ഞാറോട്ട് ദർശനമായിട്ടാണ് ശ്രീ ഭഗവാൻ കുടികൊള്ളുന്നത്. കുറച്ച് സ്റ്റെപ്പുകൾ ഇറങ്ങി വേണം അമ്പലത്തിൻ്റെ നടയിലേക്ക് എത്താൻ. ഞങ്ങൾ ചെല്ലുമ്പോൾ ക്ഷേത്രത്തിൽ പുനരുദ്ധാരണത്തിന് വേണ്ടി നടത്തുന്ന ചില പ്രവർത്തനങ്ങൾ കണ്ടു. ഭഗവാനെ തൊഴുതിറങ്ങിയതിനു ശേഷം ഉപദേവതമാരായി ദക്ഷിണാമൂർത്തിയും ശാസ്താവും ഗണപതിയും നാഗയക്ഷിയുമുണ്ട്. കിഴക്കോട്ട് ദർശനമായി പാർവതീദേവി കുടികൊള്ളുന്നു. ഇത് കിഴക്കേ നടയാണ്. വളരെ പ്രൗഢഗംഭീരമാണ് ഈ ക്ഷേത്രത്തിലെ ശ്രീകോവിൽ. വർത്തുളാകൃതിയിൽ നല്ല ഉയരത്തിൽ ഒറ്റ നിലയിൽ പണിതിരിക്കുന്ന ഈ ക്ഷേത്രം കിഴക്കുനിന്ന് വരുന്നവർക്ക് ശ്രീ പാർവതിയും പടിഞ്ഞാറ് നിന്ന് വരുന്നവർക്ക് ശ്രീ ഭഗവാനും ആദ്യ ദർശനം നൽകുന്നു.
കിഴക്ക് നിന്നും അമ്പലത്തിലേക്ക് വരാനുള്ള വഴിയാണ് ഈ കാണുന്നത്. ശ്രീകോവിലിൻ്റെ പടിഞ്ഞാറ് വശത്ത് ചെറിയ നമസ്കാര മണ്ഡപം ഉണ്ട്. എല്ലാം വളരെ പഴയ നിർമ്മിതിയാണ്. ക്ഷേത്രത്തിൻ്റെ ചരിത്രമെല്ലാം ഈ ക്ഷേത്ര ചുമരുകളിൽ ഉണ്ടെന്നാണ് അവർ പറയുന്നത്. ശാന്തവും സ്വച്ഛസുന്ദരവുമായ ഈ പ്രദേശം ആരുടെ മനസ്സിലാണ് ശാന്തിയും ഭക്തിയും നിറയ്ക്കാത്തത് അല്ലേ? എല്ലാവരും ഒരിക്കലെങ്കിലും ഈ ക്ഷേത്രം വന്ന് ദർശിക്കണമെന്നാണ് ഞാൻ പറയുക. അത്രയ്ക്കും മനോഹരമായ ക്ഷേത്ര പരിസരം. വളരെ നല്ല സഹകരണ മനോഭാവമുള്ള ക്ഷേത്ര ഭരണ കമ്മിറ്റിയിലെ അംഗങ്ങൾ ക്ഷേത്രത്തെക്കുറിച്ച് കുറേ കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തന്നു. അതെന്താണെന്ന് നമുക്ക് കേൾക്കാം കേട്ടോ. പറയാം. 108 ശിവാലയങ്ങളിലെ 6ാമത്തെ അഗസ്ത്യ മഹർഷിയാൽ പ്രതിഷ്ഠിക്കപ്പെട്ട ശിവക്ഷേത്രങ്ങളിൽ പ്രധാനപ്പെട്ടതാണ്. വടക്കുന്നാഥൻ കഴിഞ്ഞാൽ അടുത്ത ശിവലിംഗ പ്രതിഷ്ഠ ഇതാണ് വലുത്. പിന്നെ ഇവിടെ ആചാരങ്ങളായി നടത്തി വരുന്നത് ശിവക്ഷേത്രത്തിൽ നമ്മൾ ശിവരാത്രി ആഘോഷമാണ് മെയിനായിട്ട്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ എല്ലാ മാസവും ആദ്യത്തെ ഞായറാഴ്ച 1000 കുടം ജലധാരാഭിഷേകം ഉണ്ട്. പിന്നെ ഇവിടെ ദർശനം എന്ന് പറഞ്ഞാൽ തെക്കോട്ട് ഗണപതി ദർശനം, അതിനുശേഷം നാഗരാജാവ്, പിന്നെ അവിടെ പ്രധാനമായിട്ട് ദക്ഷിണാമൂർത്തി, പിന്നെ കിഴക്ക് ദർശനം ശ്രീ പാർവതി, പിന്നെ വലിയൊരു ചിറയുണ്ട് ഇതിൻ്റെ ബാക്കിൽ. അത് ഓടിക്കെടുക്കുകയാണ്. ടിപ്പു സുൽത്താനാൽ നശിപ്പിക്കപ്പെട്ട ക്ഷേത്രമാണ് വടക്കുന്നാഥൻ കഴിഞ്ഞിട്ട്. ഇതുവരെ പുനരുദ്ധാരണം വരില്ല. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ഈ പ്രദക്ഷിണ വഴി നിർമ്മിച്ച് ആൾക്കാർക്കൊരു സഞ്ചാരയോഗ്യമാക്കാൻ പറ്റും. പക്ഷേ വർഷം പറയാൻ പറ്റും. വർഷം 2000 വർഷം പിടിച്ചു. പിന്നെ ഇതിൽ ചരിത്രം ആ ചെമ്പരമ്പുണ്ട്. ആ ചെമ്പരമ്പ ഇപ്പോൾ നമ്മൾ കളറടിച്ചിരിക്കുകയാണ് മുന്നത്തെ. അപ്പോൾ അത് കളഞ്ഞിട്ട് അത് ചെയ്യണം. അതിനൊരു 2 ലക്ഷം രൂപ ചിലവ് വരും. അത് കളഞ്ഞാൽ ഇതിൻ്റെ ചരിത്രം ഫുൾ അതുമ്മയുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കുറച്ച് കാര്യങ്ങൾ. പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടിരിക്കുകയാണ്. കുളമ്പണി വേണം. പിന്നെ ഇവിടെ ഒരു എന്താ പറയുക, കാലങ്ങളായിട്ട് ഒരു വികസനം നടന്നിട്ടില്ല. ഇപ്പൊ കുറച്ച് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഭക്തജനങ്ങളുടെ എല്ലാ സാധനങ്ങളും ഉണ്ടാവണം. മാത്തൂർ ക്ഷേത്രം കുന്നംകുളം വടക്കാഞ്ചേരി റോട്ടിലെ അല്ല അറിയുമ്പോ 57 കഴുക്കോലിലാണ് ചുറ്റമ്പലം ശ്രീകോവില്. ഇത് 54 വർഷം 54 ഏക്കർ സ്ഥലം ഉണ്ടായിരുന്നു. അതൊക്കെ നഷ്ടപ്പെട്ട സ്ഥലമാണ്. എന്തായാലും ഐതിഹ്യങ്ങൾ കുറച്ച് കേൾക്കുമ്പോഴല്ലേ അറിയാൻ പറ്റും. അതിന്റെ ഒരു ചാർട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഒന്നുകൂടി വിപുലമായിട്ട് അയച്ചു തരാം. അദ്ദേഹത്തിന്റെ പേരെന്താണ്? മണിയുണ്ട്. പറഞ്ഞു വടക്കാഞ്ചേരി വഴിയില് നമ്മുടെ പന്നിത്തടം സെന്ററിൽ ഇറങ്ങിയിട്ട് 1/4 കിലോമീറ്റർ അത്രയേ ഉള്ളൂ ഇങ്ങോട്ട് എത്താൻ വേണ്ടിയിട്ട്. പിന്നെ കിഴക്ക് വശത്തൂടെ വേണമെങ്കിൽ വരാം. പക്ഷെ വണ്ടി ഇങ്ങോട്ട് ഫുള്ളായിട്ട് എത്തില്ല എന്ന് പറഞ്ഞു. അതിൽ റോഡ് സൈഡും കയറാം. പെട്രോൾ പമ്പിൽ പന്നിത്തടത്തിന്റെ ഇങ്ങനെ വരാം. ക്ഷേത്ര ദർശനം കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങുകയെന്നല്ല പറഞ്ഞാൽ ആദ്യം പടി കയറി വന്നിട്ട് വേണം. അത് എൻ്റെ ക്ഷേത്രത്തിൽ താഴെയാണ് നിൽക്കുന്നത്. ഇവിടെ നിന്ന് ഞങ്ങൾ സ്റ്റെപ്പ് മുകളിലെത്തി. വളരെ മനോഹരമായ സ്ഥലമല്ലേ? നമുക്ക് എത്ര മനോഹരമാണ്. അമ്പലത്തിൽ നിന്ന് തൊഴുതിറങ്ങിയപ്പോൾ കുറച്ച് കുട്ടികളെയും അമ്മമാരെയും കണ്ടതാണ്. അപ്പോൾ അവരിവിടെ അടുത്തുള്ളവർ തന്നെയാ തോന്നുന്നു. അതാ, നിങ്ങളിവിടെ അടുത്തുള്ളവർ തന്നെയാണോ? അതെ അല്ലേ. ഞങ്ങൾ കുറച്ച് ദൂരത്തു നിന്ന് തോയ്ക്കാവുന്ന തോന്നിക്കാൻ കരിവന്തലമ്പലം എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? അവിടെ നിന്ന് പറഞ്ഞു. അപ്പോൾ അതെ, എന്തായാലും പരിചയപ്പെട്ടതിൽ സന്തോഷം. എന്താ പേര്? രേഷ്മ. അതെ, പരിചയപ്പെട്ടതിൽ സന്തോഷം കേട്ടോ. വളരെ സന്തോഷം. ഓക്കെ. അപ്പം ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. മനസ്സിൽ സന്തോഷവും സമാധാനവും നിറയ്ക്കുന്ന ഭവമാണ് ഒരു ക്ഷേത്ര ദർശനത്തിൽ നിന്നും നമുക്ക് ലഭിക്കേണ്ടത്. ഈ ക്ഷേത്രത്തിലെത്തിയാൽ ഈ മനോഹര കാഴ്ചകൾ കാണുമ്പോൾ, ഭഗവാന്റെ ദർശനം ലഭിക്കുമ്പോൾ അത് തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കുമെന്നത് അനുഭവിച്ചറിയേണ്ട കാര്യമാണ്. അങ്ങനെ ഞങ്ങൾ കാറിൽ കയറി വീണ്ടും യാത്ര തുടരുകയാണ്. മനോഹരമായ ഗ്രാമപ്രദേശങ്ങൾ പിന്നിട്ടുകൊണ്ട് ഞങ്ങളുടെ വണ്ടി
കുതിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ കാഴ്ചകളൊക്കെ കാണാൻ എന്നോടൊപ്പം നിങ്ങളും ഉണ്ടാവില്ലേ? ഈ വരുന്ന കാഴ്ചകളൊക്കെ കാണാൻ. അപ്പോൾ പുതിയ കാഴ്ചകളുമായി ഞാൻ വീണ്ടും എത്തും. ഇങ്ങനെ പോകുമ്പോഴാണ് റോഡ് സൈഡിൽ മനോഹരമായൊരു പള്ളി കണ്ടത്, സെൻറ്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ചർച്ച്. ഈ യാത്രയിലെ വിശേഷങ്ങൾ അവസാനിച്ചിട്ടില്ല കേട്ടോ. പുതിയ വിശേഷങ്ങളുമായി നിങ്ങൾക്ക് മുമ്പിലെത്തുന്നവരേക്കും നമസ്കാരം പറയുന്നു. സസ്നേഹം നിങ്ങളുടെ അമ്മു പിയങ്കോങ്ങാട്.